സുഹൃത്തുക്കളെ ഒരു മൈക്ക് മേടിച്ചിട്ടാ. ഡിജിടെക് എന്നുള്ളൊരു കമ്പനിയുടെ ഒരു മൈക്കാണ്. 4600 രൂപയുടെ മൈക്കാണ്. ഇപ്പോൾ റോഡിൻ്റെ ഒക്കെ ആയിട്ടുള്ളൊരു ലുക്കാണ് ഇതിനുള്ളത്. പക്ഷേ ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയേ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുക, അപ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും. അപ്പോൾ യൂട്യൂബൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു മൈക്കാണ്. വേറെ ഒന്നുമില്ല, നമ്മൾ ബഡ്ജറ്റ് നമ്മൾ മൊബൈൽ ഫോണിലാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. ബഡ്ജറ്റ് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നമ്മൾ മൊബൈൽ ഫോണേ ഉപയോഗിക്കുന്നുള്ളൂ. ഇപ്പോൾ പ്രൊഫഷണൽ ക്യാമറ ഒന്നും ചിലപ്പോൾ തുടക്കക്കാർക്ക് അതിൻ്റെ ആവശ്യമില്ല. അതെ, എൻ്റെ മൊബൈൽ എന്ന് പറയുന്നത് വിവോയുടെ V23 ആണ് കേട്ടോ. അപ്പോൾ ഇതിന് കറക്റ്റായിട്ട് സൂട്ടാകുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലാത്തവർ ഇവരൊരു ഓപ്പൺ ക്യാമറയുടെ ഒരു ലിങ്ക് വരുന്നുണ്ട്. ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണം മൊബൈൽ ഇതായിട്ട് കണക്ട് ചെയ്യേണ്ടത്. പിന്നെ DSLR ക്യാമറയിൽ ഉപയോഗിക്കുക, ഐഫോണിൽ ഉപയോഗിക്കുക. ഐഫോണിനൊക്കെ ഉള്ള കേബിൾ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. ഞാൻ ബാഗും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഞാനതിൻ്റെ വർക്കിംഗ് ആണ് നിങ്ങളോട് ആദ്യം കാണിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ട്രൈപ്പോഡാണ് കേട്ടോ. ഈ ട്രൈപ്പോഡിലോട്ട് നേരെ ഇതങ്ങ് ഫിറ്റ് ചെയ്യുന്നു. ഇതിന് ശേഷം നമ്മുടെ ഈ ഒരു കേബിൾ കണ്ടോ, രണ്ട് സൈഡും C ടൈപ്പാണ് കേട്ടോ. ഇതിൻ്റെ ബോക്സിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അവിടെ തന്നെ ഇതിൽ 2-3 മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് അതെന്താണെന്ന് ഐഡിയ കിട്ടും. വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വീഡിയോസൊക്കെ യൂട്യൂബൊക്കെ ചെയ്യാൻ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഉപകാരമാണ്. അപ്പോൾ അതെ, ഞാൻ ഈ മൊബൈലിൽ ഇത് കണക്ട് ചെയ്തു. ഇതിപ്പോൾ ഞാൻ ടെമ്പറേറ്റ് ഉണ്ടാക്കി വെച്ചൊരു സംഭവം ഉണ്ട്. കാരണം ഇതാണ്, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പിടിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതെ, ഇങ്ങനെ ഞാൻ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ എൻ്റെ കയ്യിലിരിക്കുന്നത് ഇതിൻ്റെ റിസീവറാണ് കേട്ടോ. അതെ, ഇവിടെ 2 അഡീഷണൽ കാണാം. ഇത് 2 ട്രാൻസ്മിറ്ററാണ്. ഇത് ഓൺ ചെയ്യുമ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോൾ ഇത് ബ്ലിങ്ക് ചെയ്യുന്നത് ഞാൻ ഇത് ഓൺ ചെയ്യാത്തതുകൊണ്ടാണ്. ഇതിപ്പോൾ അതെ, ഞാനിത് ഓൺ ചെയ്യാൻ പോവുകയാണ്. ഓൺ ചെയ്യുമ്പോൾ ഇത് രണ്ടും തമ്മിൽ പെയറായി കണ്ട. ഓക്കെ, ഇത് രണ്ടും തമ്മിൽ പെയറായിട്ടിരിക്കുകയാണ്. ഇനി ഞാൻ എൻ്റെ മൊബൈലിലേക്ക് കണക്ട് ചെയ്യാണ്. കണക്ട് ചെയ്തു. ഓക്കെ, അതെ, നമ്മളിങ്ങനെ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓൺ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഞാൻ നിലവിൽ വീഡിയോ ഷൂട്ട് ചെയ്തത് കേട്ടോ. കുറഞ്ഞ ബഡ്ജറ്റിൽ യൂട്യൂബേഴ്സിന് പറ്റിയൊരു സെറ്റപ്പാണിത്. അത് വേറെ ഒന്നും ഞാൻ ചെയ്യാൻ കാരണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അവരുടെ ചെയ്യുന്ന തൊഴിൽ മേഖലയൊക്കെ ഒന്ന് ശക്തിപ്പെടുത്താനായിട്ട് വീഡിയോ കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് ആഗ്രഹിക്കുന്നെങ്കിൽ ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഐഫോൺ ആണെങ്കിൽ ഇതുപോലെ തന്നെ കറക്റ്റ് സപ്പോർട്ട് ചെയ്യും കേട്ടോ. ഇപ്പോൾ എൻ്റെ വിവോ V23യുടെ മൊബൈലാണ്. അപ്പോൾ അത് ഞാൻ നോക്കിയപ്പോൾ കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഓപ്പൺ ക്യാമറ ഉപയോഗിച്ചിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ എന്തായാലും നോക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ വോയിസ് നമുക്ക് എങ്ങനെയൊന്ന് നോക്കിക്കളേ. ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് GoPro Hero 7ലാണ് കേട്ടോ. അപ്പോൾ നേരെ കൺവേർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് വീഡിയോ എങ്ങനെയുണ്ട് നമുക്കൊന്ന് നോക്കിക്കളയാം. അപ്പോൾ അതെ, നമ്മുടെ ട്രാൻസ്മിറ്റർ ഞാൻ ഇത് ഓൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഓൺ ചെയ്യാം. 2 ഇൻ്റർവ്യൂവിനൊക്കെ 2 ഉപയോഗിക്കാൻ പറ്റും ആളുകൾക്ക്. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊരെണ്ണം ഇവിടെ വെക്കുകയാണ്. ഇതൊരെണ്ണം കൊണ്ട് പോവാം. അപ്പോൾ ഇതിനകത്ത് 2-3 മോഡുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈക്കിലുള്ള സൗണ്ടാണ്. 2-3 മോഡുണ്ട്. ഇപ്പോൾ ഇതേ ഇവിടെ കത്തി നിൽക്കുന്നുണ്ടോ, കാണുന്നുണ്ടോ, ഗ്രീൻ ലൈറ്റാണ്. ഇനി ഇത് എക്കോ മോഡുണ്ട്. അതുപോലെ തന്നെ എക്കോ മോഡും പിന്നെ നോയിസ് ക്യാൻസലേഷൻ മോഡൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും മാറ്റി ഇട്ട് നോക്കാം. അപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ട് അങ്ങോട്ട് നടക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇവിടെ ഉള്ളത് ഫോർട്ട് കൊച്ചിയിലാണ്. ഇത് മരം ഒന്ന് കാണിച്ചു കൊടുത്താൽ ഇത് റെയിൻ ട്രീ എന്നാണ് ഈ പറയുന്നത്. കാരണം ഫോർട്ട് കൊച്ചിയിൽ ഇഷ്ടംപോലെ മരങ്ങളുണ്ട് ഇങ്ങനത്തെ ഷെയ്ഡ്. ഇതാണ് നമ്മുടെ കൊച്ചിയുടെ ഹൈലൈറ്റ്. അപ്പോൾ ഇതിന് റെയിൻ ട്രീ എന്നാണ് പറയുന്നത്. ഇപ്പോൾ എല്ലാവരും പറയുന്നത് 450 വർഷം മുമ്പ് പോർച്ചുഗീസുകാർ ഇത് പ്ലാന്റ് ചെയ്തതാണ്. ഇവർ ബ്രസീലിൽ നിന്നാണ് ഇത് പ്ലാന്റ് വാങ്ങിച്ചത്. റെയിൻ ട്രീ എന്നാണ് ഇതിനെ പറയുന്നത്. അതുപോലെ അങ്ങ് അറ്റത്ത് ഒരെണ്ണം വലുതുണ്ട്, ലാർജസ്റ്റ് ക്രിസ്മസ് ട്രീ ഓഫ് ഇന്ത്യ എന്നും പറഞ്ഞിട്ട് ആണ് നമ്മളത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ലൈറ്റൊക്കെ ഇട്ടിട്ട് 31 ഡിസംബറിൽ ഫുൾ സെറ്റപ്പാണ് അതിൻ്റെ ഇടയിൽ, അതിൻ്റെ താഴെ ലൈറ്റും കാര്യങ്ങളും. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു ഇവിടെ ഒരു 20-25 മീറ്റർ പിന്നിട്ടിട്ടുണ്ട്. 100 മീറ്റർ റേഞ്ചാണ് ഇവർ പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഇത് മോഡ് മാറ്റാൻ വേണ്ടി പോവുകയാണേ. അതായത് ഇപ്പോൾ നോയിസ് ക്യാൻസലേഷൻ ഓഫല്ല. ഞാനത് ഇതിൽ ഓൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇപ്പം ഞാൻ സംസാരിക്കുന്നത് നോയിസ് ക്യാൻസലേഷൻ ഓൺ ചെയ്തിട്ടാണ് കേട്ടോ. ഇത് നമ്മൾ നോയിസ് ക്യാൻസലേഷൻ ഓൺ ചെയ്തപ്പോൾ ഇതിൻ്റെ ഒരു ഇവിടെ ആ ഒരു മൈക്കിൻ്റെ ചിഹ്നം ബ്ലൂ ആയിട്ടുണ്ട്.
അപ്പോൾ അതാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇവിടെ ഒരു ബട്ടൺ കണ്ടോ, അവിടെ ഒന്ന് പ്രസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഇത് ബ്ലൂ ആയി മാറും. ദാറ്റ് മീൻസ് നോയിസ് ക്യാൻസലേഷൻ ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എക്കോ മോഡിലോട്ടൊന്ന് പോകാട്ടോ. എക്കോ മോഡ് സൂപ്പറാണ്, പാട്ട് പാടുന്നവർക്കൊക്കെ ഭയങ്കര അനുഗ്രഹമാണ്. അപ്പോൾ എക്കോ മോഡും നോയിസ് ക്യാൻസലേഷനും കൂടി ഓൺ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിരിക്കും. വേറെ രീതിയിൽ നോയിസും നമ്മളെ തൊന്തരപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ ഇനി എക്കോ മോഡിലോട്ട് പോകട്ടെ. അപ്പോൾ എക്കോ മോഡിലോട്ട് പോകണമെങ്കിൽ നമുക്കിത് ഈ ഒരു ബട്ടൺ 2 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കണം. മറ്റേത് ഒറ്റ പ്രസ്സാണ് ബ്ലൂവിൽ ഗ്രീനിലേക്ക് മാറാൻ വേണ്ടിയിട്ട്. ഇത് 2 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോഴേക്കും നേരെ എക്കോ മോഡിലോട്ട് പോകും. അപ്പോൾ ഞാൻ നേരെ എക്കോ മോഡിലോട്ട് അമർത്താൻ പോവുകയാണ്. ഇപ്പോൾ ഞാൻ എക്കോ മോഡ് ഓൺ ചെയ്ത് നോയിസ് ക്യാൻസലേഷനും ഓണാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നത് നല്ലൊരു എക്കോ ഉള്ള നല്ലൊരു ഫീൽഡായിരിക്കും. അപ്പോൾ ഇതൊക്കെ പാട്ടൊക്കെ പാടുന്നവർക്ക് ഭയങ്കര അനുഗ്രഹമുണ്ട്. എന്തായാലും ഇപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ. ഇപ്പോൾ നമുക്ക് ഇത് നേരെ തിരിച്ച് മറ്റുള്ള മോഡുകളിലോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് തിരിച്ച് നടക്കുകയാണ്. അതുമല്ലാതെ ഇപ്പം ഞാൻ അങ്ങോട്ട് നേരെ പോകുന്നില്ല, അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ച് വരികയാണ്. ഇനി ഞാൻ അടുത്ത് പാസ് ചെയ്തിട്ട് എക്കോയിലേക്ക് ഇടാൻ പോകണം. എക്കോയിലേക്ക് ഇടുമ്പോൾ സൗണ്ടിൻ്റെ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചോട്ടാ. അതായത് പാട്ട് പാടുന്നവർക്കൊക്കെ ഭയങ്കര അനുഗ്രഹമാണ്. ഇപ്പം എനിക്ക് പാട്ടൊന്നും പാടാൻ അറിയില്ല, എന്നാലും നമ്മുടെ ജ്യേഷ്ഠൻ്റെ മകൻ മദ്രസയിലെ ആനുവൽ പ്രോഗ്രാമിന് പോയപ്പോൾ അവനിപ്പോൾ വലുതായിട്ടാ, അവൻ പാടിയൊരു പാട്ട് 2 വരി പാടാം. അത് ഒരു പള്ളി പരിപാടി ആയിരുന്നിട്ടാ, പുസ്തകം പഠിപ്പിച്ചു കൊടുത്തൊരു പാട്ടാണ്. പിള്ളേർ വന്നിട്ട് നേരെ പാടി, നമ്മളെല്ലാവരും ഒന്നിലാണേ പാട്ട് പാടാൻ വന്നതാണ്, വന്ന് നോക്കുമ്പോൾ പൊക്കമില്ല, മൈക്കാണെങ്കിൽ അറ്റത്താണ്, ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം നല്ല പാട്ട് പാടിത്തരാം. അപ്പം ഞാനും എൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടിയാണ് അങ്ങോട്ട് പോയത്. അപ്പം ഇത് കേട്ടോടി എനിക്കെൻ്റെ ചിരി പൊട്ടി. അപ്പം എനിക്കറിയുന്നൊരു പാട്ടും അതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതാണ് എക്കോ മോഡ്. അപ്പോൾ ഇപ്പോൾ എക്കോ മോഡും നോയിസ് ക്യാൻസലേഷനും കൂടി 2 കൂടി ഓൺ ചെയ്തിരിക്കുകയാണ്. ഇനി ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് എക്കോ മോഡും നോയിസ് ക്യാൻസലേഷൻ ഓഫ് ആണ്. ഇപ്പോൾ ഓണായി നോയിസ് ക്യാൻസലേഷൻ എക്കോ മോഡുണ്ട്. അപ്പോൾ നമ്മൾ പ്രസ് ചെയ്തിട്ട് സാധാരണ രീതിയിലോട്ടുള്ളതാണ് അയക്കുന്നത്. അപ്പോൾ എന്തായാലും കുറഞ്ഞ ബഡ്ജറ്റുള്ള ഒരു മൈക്കാണ്, എല്ലാവർക്കും ശ്രമിക്കുക, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ കുറഞ്ഞ ബഡ്ജറ്റിൽ കുറച്ച് വീഡിയോസൊക്കെ ചെയ്യാമല്ലോ, യൂട്യൂബ് തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്. പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ബോക്സിനകത്ത്. അത് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ. ഇതേതാണ്ടോ 2 യൂസർ മാനുവൽ. ഇപ്പോൾ ഈ ഒരു പാക്കറ്റിനകത്താണ് ഇത് വരുന്നത്. ഓക്കെ, ഡിജിറ്റെക്, പിന്നെ യൂസർ മാനുവൽ ഇതിങ്ങനെ 2 പിന്നെ ഇതേ ഒരു സെക്കൻഡ് ഞാൻ ഒന്ന് ക്ലിപ്പ് ചെയ്തേക്കട്ടെ. ഇത് ചെയ്തുകൊണ്ടോ ഒരു ഇരട്ടത്തലയൻ കേബിള്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയം 2 ട്രാൻസ്മിറ്ററോ റിസീവറൊക്കെ ചാർജ് ചെയ്യാനുള്ളതാണ്. പിന്നെ ഇത് 2 ഹെഡ്ഫോൺ ഉണ്ട് കേട്ടോ. അത് വേറെ ഒന്നുമില്ല, നമ്മൾ അത് മോണിറ്റർ ചെയ്യാനാണ്, വർക്ക് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ട്രാൻസ്മിറ്ററിൽ കുത്താൻ പറ്റും. അപ്പോൾ അതിന് വോളിയം ബട്ടണൊക്കെ ഉണ്ട് കേട്ടോ. വോളിയം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇതുപോലത്തെ 2 കേബിളുണ്ട് കേട്ടോ. ഒന്ന് ക്യാമറയുടെ, ഒന്ന് മൊബൈലിൻ്റെയാണ്. അപ്പോൾ അത് പ്രത്യേകം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവർ. പിന്നുള്ളത് ഐഫോണിൻ്റെ ആണ് കേട്ടോ. ഇത് ഐഫോണിൻ്റെ ഒരു ചാർജറാണ്. പിന്നെ വിൻഡ് മഫ് ഇതുണ്ട്, ഇത് 2. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ സുഹൃത്തുക്കളെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ഈ മൈക്ക് ഉപയോഗിച്ചിട്ട് അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു സൺപീഡ് എന്നുള്ളൊരു റോഡ് ബൈക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അൺബോക്സിങ് ഞാൻ ഈ ഒരു മൈക്കാണ്ട് വെച്ച് ചെയ്തത്. അപ്പോൾ അതൊന്ന് കയറി കണ്ടു നോക്കാം. അപ്പോൾ അതിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കൂടി നമുക്ക് കാണുമ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആണെന്ന് മനസ്സിലാവും. എന്തായാലും ഒരു അത്യാവശ്യം റീസണബിൾ റേറ്റേ ഉള്ളൂ. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.